നമസ്കാരം. സ്പീഡ് ന്യൂസ്. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 125 കിലോയോളം കഞ്ചാവ് പിടികൂടി. 2 പേർ പിടിയിൽ. വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി. KSEB അധിക സെസ് ചുമത്തുമെന്ന് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത ജില്ലാ ഭരണകൂടം 3 ലോക്സഭാ മണ്ഡലങ്ങളിലായി ജില്ലയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. 25 ലക്ഷത്തിലധികം വോട്ടർമാർ. ജില്ലയിൽ ഒരുക്കുന്നത് 2319 പോളിംഗ് സ്റ്റേഷനുകൾ. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പുതിയ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യം. കുന്നംകുളം കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് സുജിത്താണ് CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണമെന്ന് സൂചന. വേനൽ കടുക്കുന്നതോടെ ഇത്തവണ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. കുളങ്ങളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങി. ഭൂഗർഭ ജലത്തിന്റെ അളവും താഴ്ന്ന നിലയിലാണ്. പുഴകളിലും നീരൊഴുക്ക് കുറഞ്ഞു. ദേശീയപാത പട്ടിക്കാട് പച്ചക്കറി കയറ്റി വന്ന ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട്ടിൽ നിന്നും കായ കയറ്റി വന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി 27 വയസ്സുള്ള മോഹൻരാജാണ് മരിച്ചത്. കൂടുതൽ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കലാമണ്ഡലം ഗോപി അനുവദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുമെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. K കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നും സുരേഷ് ഗോപി. പ്രസിദ്ധമായ പെരുവനം പൂരം നാളെ. 18 ദേവീദേവന്മാരുടെ സംഗമവേദിയാകാൻ പെരുവനം ഒരുങ്ങി. ചാത്തക്കുടം തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചക്കംകുളങ്ങര ശാസ്താവും ചാത്തക്കുടത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു. ദേശീയപാത കുറുമാലിയിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ പുള്ളിമാൻ ചത്തു. രാവിലെയാണ് ദേശീയപാതയിലേക്ക് ഓടിവന്ന മാനിനെ ബസ് ഇടിച്ചത്. മതിലകത്ത് ദേശീയപാതയോരത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. മതിൽമൂല റഹ്മാനിയ മസ്ജിദിന് മുൻവശത്താണ് പൈപ്പ് പൊട്ടിയത്. വാഹന പരിശോധനാ സമയങ്ങളിൽ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയുമായി നിയമപാലകർ. പോലീസിന്റെ പൊതുജനങ്ങളുമായുള്ള ഇടപെടലുകൾ സുതാര്യമാക്കാൻ കഴിയുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് ക്യാമറ ഉപയോഗിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പാഞ്ഞാൾ ശ്രീ പുഷ്കരം കുറ്റിയെ മൂച്ചിക്കൽ വീട്ടിൽ അക്ബർ അലിയെയാണ് കുന്നംകുളം SCPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കുന്നംകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് പഠിക്കുന്നതിനായി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നഗരസഭയുടെ ഗ്രീൻ പാർക്കിലെത്തി. പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് കുന്നംകുളത്തെത്തിയത്. വേലൂർ പഞ്ചായത്ത് പരിധിയിൽ വഴിവിളക്കുകൾ കത്താത്തതിനെതിരെ ഒറ്റയാൾ പ്രതിഷേധം. വേലൂർ വടക്കുമുറി ചീരൻ ജോണിയാണ് വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പന്തം കൊളുത്തി ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ ആചരിച്ചു. റാസ കുർബാനയ്ക്ക് ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ കാർമ്മികനായി. SNDP യോഗം വള്ളിശ്ശേരി ശാഖയുടെ വാർഷിക പൊതുയോഗം SNDP പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വള്ളിശ്ശേരി ശാഖ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. സൽക്കർമ്മങ്ങളുടെ കൊയ്ത്തുകാലം എന്ന പേരിൽ പന്നിത്തടം മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ വിശ്വാസികൾക്ക് കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. മഹല്ല് ഖാളിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ആമുഖം എഴുതിയിരിക്കുന്നത്. വേലുപ്പാടം വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. പുതുക്കാട് ഫൊറോന വികാരി പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കുന്നിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സ്ഥാനാർത്ഥി K മുരളീധരൻ നിർവഹിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത്ത് കൈപ്പിള്ളി അധ്യക്ഷനായിരുന്നു. LDF എരുമപ്പെട്ടി വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. കേരള പോലീസ് ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു.
EMSന്റെ ചരമവാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. ET ടൈസൺ MLA, PM അഹമ്മദ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സ്ഥാനങ്ങൾ രാജിവെച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡാലി ജെയിംസ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്ഥാനങ്ങൾ രാജിവെച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ നികുതി കൊള്ളയ്ക്കെതിരെയും മെയിൻ സോണൽ റവന്യൂ സെക്ഷനിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. TN പ്രതാപൻ MP പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കടുത്ത വേനലിൽ വെള്ളം പാഴാകുന്നത് തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. NCP ഔദ്യോഗിക പക്ഷത്തിന്റെ കേരള ഘടകം NDAയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. തൃശൂരിൽ ചേർന്ന പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത്. PC ചാക്കോ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ ഇതരപക്ഷം LDFനൊപ്പമാണ്. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻവശം നടത്തിയ പ്രതിഷേധ യോഗം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരിക്ക് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്രം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ധന്വന്തരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു മധുസൂദനൻ നമ്പൂതിരി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ ചേലക്കര മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. തിരുവില്ലാമല, പഴയന്നൂർ, എളനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.